UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് പ്രകാരം സഹകരണ മേഖലയ്ക്ക് പ്രതിസന്ധികളെ അതിജീവിച്ച് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനാകുമെന്ന് പ്രൈഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശൈലേഷ് സി നായർ. നിക്ഷേപ ഗ്യാരണ്ടി സ്കീം പ്രകാരം കൂടുതൽ വിശ്വാസ്യത കൈവരും. ഇതിലൂടെ കൂടുതൽ നിക്ഷേപകർ ഉണ്ടാകുമെന്നും ശൈലേഷ് സി നായർ പറഞ്ഞു. പുതിയ ഈ സർക്കാരിൻ്റെ ബജറ്റ് സഹകരണ മേഖലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയത്തോളം 114 കോടിയിലധികം രൂപയാണ് സഹകരണ മേഖലയ്ക്ക് വകവച്ചിരിക്കുന്നത്. സഹകരണ മേഖല എന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ ഏറ്റവും കെട്ടുറപ്പായ ഒരു ഭാഗമാണ്. സഹകാരികളുടെ ഒരു സംഗമമാണ് സഹകരണ മേഖല. അപ്പോൾ തീർച്ചയായും ആ സഹകാരികൾക്ക് നല്ല രീതിയിലുള്ള അവരുടെ നിക്ഷേപങ്ങൾക്ക് അല്ലെങ്കിൽ സുരക്ഷിതത്വം കൃത്യമായി നൽകുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനവും പുതിയ ഈ ബഡ്ജറ്റിലൂടെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇത്തവണത്തെ ബഡ്ജറ്റിൽ അതിനു വേണ്ടി തന്നെ പ്രത്യേക ഒരു സംവിധാനം ഏർപ്പാടാക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നിക്ഷേപ ഗ്യാരണ്ടി സ്കീം കഴിഞ്ഞ കാലങ്ങളിലൊന്നും വേണ്ട എത്ര രീതിയിൽ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കും. പ്രൈവറ്റ് കോപ്പറേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ചാൽ സഹകരണ മേഖലയിൽ മറ്റ് നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള പല സംസ്ഥാനങ്ങളിലും അത്തരം പദ്ധതികൾ ഇതിനു മുമ്പ് തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പം അത്തരം പദ്ധതികൾ ആകർഷിച്ചുകൊണ്ട് സഹകരണ മേഖലയിൽ കാലങ്ങളായിട്ടുണ്ടായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളെ മറികടക്കുന്ന രീതിയിൽ പ്രൈവറ്റ് കോപ്പറേറ്റീവ് സെഗ്മെൻറ്റിൽ നിന്നും പാർട്ടിസിപ്പൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിദൂരമായ കാഴ്ചപ്പാട് നൽകാൻ വേണ്ടിയുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.